മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവാ തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, സഭാസ്ഥാനികളെ, സഹോദരി സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു ദിവസമാണ്. മദ്യ മയക്കുമരുന്നുകളോടുള്ള പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ഇത്ര മഹാസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റൊരു മുഖമാണ്. അനേക കാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മനുഷ്യ മനസ്സിനെ സാന്ദ്രമാക്കിയ പരിശുദ്ധ ബാവാ തിരുമനസ് സമൂഹത്തോടും വളർന്നു വരുന്ന തലമുറയോടുമുള്ള പ്രതിബദ്ധത എങ്ങനെയായിരിക്കണമെന്ന് പുതുതലമുറയെയും സഭയെയും ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. പഠനങ്ങൾ വ്യക്തമായി പറയുന്നത് കോവിഡിന് ശേഷമുള്ള 3 വർഷം എന്ന് പറയുന്നത് വളരെയധികം പരിണാമങ്ങൾ കേരളത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഗവൺമെൻറ് തന്നെ ആധികാരികമായി അതിൻ്റെ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായ സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിക്കുന്നത് 80% വിദ്യാർത്ഥികൾ മദ്യമയക്കുമരുന്നിലേക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. 2024 എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുവാനിടയായി. അതിൽ പറയുന്നത് 80% വിദ്യാർത്ഥികൾ, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ 80% വിദ്യാർത്ഥികൾ കൂട്ടുകാരിൽ നിന്നുമാണ് ആദ്യമായി ഈ വിവരം സ്വീകരിക്കുകയും ഇതിൻ്റെ പിന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരം മദ്യ മയക്കുമരുന്നുകൾക്ക് അടിമയായി തീരുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. ഞാൻ അതിൻ്റെ വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന, കാർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സഭാവ്യത്യാസമന്യേ, ജാതീയ വ്യത്യാസമന്യേ, സാംസ്കാരിക വ്യത്യാസമന്യേ മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുകയാണ്. എങ്ങനെ ഈ വിപത്തിനെ നമുക്ക് നേരിടാം? കുടുംബങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു കൂട്ടായ യജ്ഞമാണ്, കൂട്ടായ കർമ്മ പദ്ധതിയാണ്. ഇതിൻ്റെ വിവിധ സാധ്യതകളാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. സമയം അല്പം മുന്നോട്ട് പോയെങ്കിലും കൃത്യം 1 മണിക്കൂറിൽ ഈ പ്രോഗ്രാം സമാപിപ്പിക്കണമെന്നാണ് ഭാരവാഹികൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. 12:30 മണിയായി. 1:30 മണിക്ക് മുമ്പായി മുഴുവൻ പ്രോഗ്രാമും സമാപിപ്പിക്കണം. ഉച്ചയ്ക്ക് മഹാരാഷ്ട്ര ഗവർണർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സമയബന്ധിതമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3 പ്രധാന പ്രസൻറ്റേഷനാണ് ഇവിടെയുള്ളത്. പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ സാന്നിധ്യം ആദ്യോടന്തം ഈ സമ്മേളനത്തിനുള്ളത് വലിയ അനുഗ്രഹകരമായി നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ പ്രസൻറ്റേഷൻ നടത്തുന്നത് ലഹരിയുടെ സാമൂഹിക മാനങ്ങൾ എന്ന വിഷയമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വ്യക്തമായ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ റൂബിൾ രാജ് അവറുകളാണ് ലഹരിയുടെ സാമൂഹിക മാനങ്ങളെക്കുറിച്ച് ചിന്തകൾ പങ്കിടുന്നത്. ലഹരി വിമുക്തിയുടെ പ്രായോഗിക തലങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ ആരാധ്യനായ പ്രൊഫസർ സി മാമച്ചൻ സാറാണ്. കഴിഞ്ഞ കുറേ കാലമായി മദ്യവിപത്തിനെതിരെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാവ്യക്തിത്വമാണ് പ്രൊഫസർ സി മാമച്ചൻ. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി പ്രായോഗിക നിർദ്ദേശങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും. ലഹരിയുടെ ശാരീരിക മാനസിക പ്രത്യാഘാതങ്ങൾ
വളരെ ശക്തമായ വിഷയമാണ്. ഇത് പങ്കിടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലുമായ ആരാധ്യനായ ഡോക്ടർ വർഗീസ് പി പുന്നു സാറാണ്. ഈ പ്രഗത്ഭരായ 3 വ്യക്തിത്വങ്ങളെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ പങ്കിടുന്ന ആശയങ്ങൾ ആഗോളതലത്തിൽ ഗ്രിഗോറിയൻ ചാനൽ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇൻ്റർനെറ്റ് പരിശോധിക്കാമെങ്കിൽ അനേക തരത്തിലുള്ള പോസ്റ്ററുകൾ ഇതുമായിട്ട് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റർ ഇങ്ങനെയാണ്: സേ യേസ് ടു ലൈഫ്, സേ നോ ടു ഡ്രഗ്സ്. നമുക്ക് ജീവിതത്തെ ചേർത്ത് പിടിക്കുവാനും ലഹരിയോട് വിമുക്തി പറയുവാനും കഴിയണം എന്നുള്ളതാണ്. മനോഹരമായ ഒരു ഗാനം ഈ ഡ്രഗ്സിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ 4 വരികൾ ഞാനൊന്ന് കുറിച്ചു വെച്ചു. എന്തിനാണ് ഈ ഡ്രഗ്സിറ്റ് സമ്മിറ്റ് ഇവിടെ നടത്തിയിരിക്കുന്നത്? ആ ഗാനത്തിൻ്റെ 4 വരികളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഒരു നവയുഗമായി ഉയരാം, ഒരു നവജനമായി ഉയരാം, ഒരു ചെറുതിരിയായി എരിയാം, ലഹരി മുക്ത സഭയ്ക്കായി, ലഹരി മുക്ത നാടിനായി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ സമാപിപ്പിക്കുമ്പോൾ നമുക്കൊരു നവയുഗമായി ഉയരാം, ഒരു നവജനമായി ഉയരാം, ഒരു ചെറുതിരിയായി എരിയാം. ഈ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട നിരീക്ഷണവും അനുഗ്രഹവും തന്ന പരിശുദ്ധ ബാവാതിരുമനസ്സിനുള്ള ഭക്തി ആദരവുകൾ